വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരള PSC ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന പോസ്റ്റ് വിളിച്ച വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആക്ച്വലി ആ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കവർ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതായത് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് +2 സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആണ് അല്ലേ. അതായത് നിങ്ങൾ ഒരു +2 സയൻസ് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പോസ്റ്റിന് എലിജിബിലിറ്റി ഉണ്ട്. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 44/2024 ആണ്. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. ആക്ച്വലി ഇതിന്റെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ എക്സാം വരുന്നത് ഓഗസ്റ്റിനും ഈ വർഷം തന്നെ ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണ് ഇതിന്റെ എക്സാം വരുന്നത്. അപ്പോൾ വളരെ ചിട്ടയായിട്ടുള്ള പഠനം, അതുകൂടാതെ തന്നെ സിലബസ് അറിഞ്ഞ് എക്സാം പാറ്റേൺ അറിഞ്ഞ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് DHS ആണ്. അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 ആണ്. ഇതാണ് പേ സ്കെയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബൈ ഹാൻഡ് സ്റ്റാർട്ടിങ് തന്നെ സാലറി ഒരു 30,000 മുതൽ 35,000 രൂപ വരെയുള്ള സാലറി നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ ഓർക്കുക, +2 സയൻസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു സാലറി നിങ്ങളുടെ കയ്യിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുക. അതുകൂടാതെ ഇതിന്റെ എക്സാം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണ്. അതായത് നമ്മുടെ കയ്യിൽ ഏകദേശം 4 മുതൽ 5 മാസം വരെ നമ്മുടെ കയ്യിൽ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടിയുള്ള ടൈമുണ്ട്. വളരെ ചിട്ടയായുള്ള പഠനം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ജോലി നേടിയെടുക്കാനായിട്ട് കഴിയും. ഇതിന്റെ വേക്കൻസീസ് വരുന്നത് കാസർഗോഡ് 2 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വേക്കൻസീസിന്റെ എണ്ണം കൂടാതെ തന്നെ ബാക്കി ജില്ലകൾ, അതായത് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട് ഈ ജില്ലകളിലൊക്കെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒന്ന് ഓർക്കുക, കാസർഗോഡ് തന്നെ 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ജില്ലകളിൽ ഇതിനേക്കാൾ ഒത്തിരി വേക്കൻസീസ് ഉണ്ടാകും. കൂടാതെ ഈ ലിസ്റ്റിന്റെ പ്രാബല്യം എന്ന് പറയുന്നത് ഒരു 3 വർഷത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ധാരാളം പോസ്റ്റിംഗ് നടക്കാനുള്ള സാധ്യത കൂടെയുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, +2 സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരിക. ഇതിന്റെ കോച്ചിങ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എജ്യൂസ് അക്കാഡമിയിൽ ആക്ച്വലി ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന പോസ്റ്റിന്റെ കോച്ചിങ് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അതായത് ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ്, അതായത് ഇതിന്റെ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ഉണ്ടാകും. അതുകൂടാതെ അനിമേറ്റഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. PSCയുടെ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യന്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് വളരെ നല്ല രീതിയിൽ അറിഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ. അപ്പോൾ ആക്ച്വലി നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ടുള്ള ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഞങ്ങൾ ആക്ച്വലി അനിമേഷൻ വീഡിയോയുടെ സഹായത്തോടു കൂടിയായിരിക്കും ഞങ്ങളുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക. കൂടാതെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയും. അതുകൂടാതെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ, അതായത് നമ്മുടെ ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലും റിവിഷന്റെ പ്രാധാന്യം വളരെ വലുതാണ് അല്ലേ. അതായത് നമ്മൾ പഠിച്ച കാര്യം വീണ്ടും 3ഓ 4ഓ പ്രാവശ്യം റിവൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ആക്ച്വലി ആ പഠിച്ച കൺസെപ്റ്റ് വളരെ നന്നായിട്ട് ക്ലിയർ ചെയ്യും. കൂടാതെ തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും അത് എഴുതാനായിട്ട് കഴിയും. അപ്പം പീരിയോഡിക് റിവിഷൻ അവൈലബിൾ ആണ്. കൂടാതെ ഡെയിലി ടെസ്റ്റ്, പിന്നെ വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, കൂടാതെ മെന്റർ സപ്പോർട്ട് ഉണ്ട്. കൂടാതെ പീരിയോഡിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പൊ ആക്ച്വലി ഈ കോഴ്സിലൂടെ ഞങ്ങളുടെ സ്റ്റുഡൻസിനെ എയിം ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും കൂടാതെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് അതിന്റെ ശരി ഉത്തരം നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുക. അപ്പൊ ഇതിന്റെ അഡ്മിഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ തുടങ്ങുക ഈ വരുന്ന 9-ാം തീയതി, അതായത് വരുന്ന വെള്ളിയാഴ്ച തന്നെ ക്ലാസ്സുകൾ തുടങ്ങുക. അപ്പോൾ ഇതിന്റെ അഡ്മിഷന് വേണ്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിന്റെ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.